ബ്രസീലിൽ ബ്രൗൺ നിറമുള്ള പാർദോസ് മിശ്ര വംശജർ 45.3% ഉണ്ട്. ബ്രാങ്കോസ് എന്ന വെളുത്തവർ 43.5%. ആഫ്രിക്കൻ അടിമകളുടെ പിന്മുറക്കാരായ പ്രെറ്റോസ് എന്ന കറുത്ത വർഗ്ഗക്കാർ 10.2%. ഏഷ്യൻ വംശജരായ അമാരിലോസ് 0.42%. ആമസോൺ കാടുകളിലെ തദ്ദേശീയർ 0.60%. അറബികൾ ബ്രസീലിയൻ ജനസംഖ്യയുടെ 4% വരും. പെറുവിൽ തവിട്ട് നിറമുള്ള മെസ്റ്റിസോസ് 60.2% ഉണ്ട്. അമേരിന്ത്യൻ ഗോത്രക്കാർ 25.8%. ആൻഡീസിൽ ജീവിക്കുന്ന കൊച്ചുവ ഗോത്രക്കാർ 22.3%. ഐമാര ഗോത്രക്കാർ 2.4%. വെളുത്തവർ 5.9%. ആഫ്രോ പെറുവിയനായ കറുത്ത വർഗ്ഗക്കാർ 3.6%. 3% വരും ചൈനക്കാരും ജപ്പാൻകാരും. അറബികൾ 0.1%. ചിലിയിൽ വെളുത്തവർ 30%, തവിട്ട് നിറമുള്ളവർ 55%, തദ്ദേശീയ ഗോത്രക്കാർ 11.5%, അറേബ്യൻ വംശജർ 3%, കറുത്ത വർഗ്ഗക്കാർ 1%, ഏഷ്യക്കാർ 0.5%-ൽ താഴെ. കൊളംബിയയിൽ തവിട്ട് നിറമുള്ള മെസ്റ്റിസോസ് 50%, വെളുത്തവർ 30%, കറുത്ത വർഗ്ഗക്കാരായ ആഫ്രോ കൊളംബിയൻസ് 10.5%, അമേരിന്ത്യൻസ് 4.3%, അറേബ്യൻ വംശജർ 2%, ഏഷ്യക്കാർ 0.6%. ഇനി അർജന്റീനിയൻ സെൻസസ് നോക്കൂ. തവിട്ട് നിറക്കാർ 0%, കറുത്ത വർഗ്ഗക്കാർ 0%, തദ്ദേശീയ ജനത 0%, ഏഷ്യക്കാർ 0%, അറേബ്യൻ വംശജർ 0%, വെളുത്തവർ 100%. അതെ, അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. അർജന്റീന വെളുത്തതിനെക്കുറിച്ച്, അവിടെ നടന്ന വെളുപ്പിക്കലിനെക്കുറിച്ച്, വംശങ്ങളെ അദൃശ്യമാക്കിയ അവിടുത്തെ സെൻസസുകളെക്കുറിച്ച്, അടിച്ചമർത്തലുകളെക്കുറിച്ച്, ഒരു നിലവിളി പോലുമില്ലാതെ ഒടുങ്ങിയ വംശങ്ങളെക്കുറിച്ച്, ബ്ലാങ്കിയ മെമെന്റോ എന്ന പേരിൽ നടന്ന വൈറ്റനിങ് പ്രോസസ്സിനെക്കുറിച്ച്. യൂറോപ്പിൽ നിന്ന് ആദ്യത്തെ നാവികർ തെക്കേ അമേരിക്കയിലേക്ക് എത്തുമ്പോൾ നാവിക ഭൂപടങ്ങളിൽ ഇല്ലാത്തൊരു രാജ്യമാണ് ഇന്നത്തെ അർജന്റീന. തെക്കൻ സമുദ്രമെന്ന അന്റാർട്ടിക് കടലിലെ മുനമ്പ് മാത്രമായി രേഖപ്പെടുത്തിയ ഭൂമിയുടെ ഒരു കഷണം. സ്വർണം ഉരുക്കിയൊഴിച്ചു പടുത്ത എൽഡോറാഡോയുള്ള വെനസ്വേലയോ, തീരാത്ത നിധികുംഭങ്ങൾ ഒളിപ്പിച്ചു വെച്ച ബ്രസീലോ, ചിലിയോ, പെറുവോ ഒക്കെ പോലെ അർജന്റീനയെക്കുറിച്ച് യൂറോപ്യന്മാർക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ആധുനിക മനുഷ്യന്റെ ചരിത്രം തുടങ്ങുമ്പോൾ തെക്കേ അമേരിക്കയിൽ 3 സാംസ്കാരിക ഭൂമികകളുണ്ട്. പെറുവും ബൊളീവിയയും ചേരുന്ന ആൻഡിയൻ റീജിയനിലെ ഇൻക സാമ്രാജ്യവും മെക്സിക്കോയും ഗ്വാട്ടിമാലയും അടങ്ങുന്ന മെസോ അമേരിക്കയിലെ ആസ്ടെക് മായൻ സംസ്കാരങ്ങളും. കൃഷിയിടങ്ങൾ കേന്ദ്രീകരിച്ച് കൂട്ടമായി പാർത്തിരുന്ന മനുഷ്യർ. സ്പെയിൻകാർ ഈ പ്രദേശങ്ങളെല്ലാം കീഴടക്കിയപ്പോൾ ആ സംസ്കാരങ്ങളിലെ മുഴുവൻ ജനസംഖ്യ അടിത്തറയെയും തുടച്ചു നീക്കാൻ കഴിഞ്ഞിരുന്നില്ല. എത്ര പേരെയെന്ന് വെച്ചാണ് കൂട്ടക്കൊല നടത്തുക? കുറെ കഴിഞ്ഞപ്പോൾ സ്പാനിഷ് ഭരണാധികാരികൾ ആൻഡിയനിലെയും മെസോ അമേരിക്കയിലെയും തദ്ദേശീയ ജനങ്ങളെ അവരുടെ ലേബർ ഫോഴ്സായി ഉപയോഗിച്ചു. അതാണ് കൊളോണിയൽ കാലഘട്ടത്തിലും അതിനുശേഷവും പെറുവിലും ചിലിയിലും ബ്രസീലിലും മെക്സിക്കോയിലുമെല്ലാം നേറ്റീവ് അമേരിക്കൻ മനുഷ്യർ അവശേഷിച്ചത്. ഇതുപോലെ ആയിരുന്നില്ല അർജന്റീന. വാസയോഗ്യമായ ഭൂമി കുറവ്, ഏറെ ഭാഗങ്ങളും ചതുപ്പും ഹിമാനികളും. അവിടെ സ്ഥിരതാമസമാക്കിയ വലിയ സമുദായങ്ങൾ കുറവായിരുന്നു. വടക്കു പടിഞ്ഞാറൻ ആൻഡീൻ അതിർത്തികളിൽ മാത്രമാണ് ഇൻകാകളുടെ DNA ഉള്ള ഡയാഗ്യുറ്റാസ് പോലുള്ള കാർഷിക സമൂഹങ്ങൾ ഉണ്ടായിരുന്നത്. രാജ്യത്തിൻ്റെ ഹൃദയഭാഗമായ പാമ്പാസ് പുൽമേടുകളിലും തെക്കൻ പാറ്റഗോണിയയിലും ജീവിച്ചിരുന്നത് നൊമാഡിക് അല്ലെങ്കിൽ സെമി നൊമാഡിക്കായ ചെറു സംഘങ്ങളായിരുന്നു. പാമ്പാസിലെ ക്വറാൻഡികൾ, പാറ്റഗോണിയയിലെ തെഹുവൽഷകൾ, മാപ്പുഷകൾ ഇവരെല്ലാം വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത്. ഇൻകകളെയും മായന്മാരെയും ആസ്റ്റക്കുകളെയും പോലെ അവർ വലിയ നഗരങ്ങൾ ഉണ്ടാക്കിയില്ല. വലിയ പുൽമേടുകളുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ ചെറിയ ജനസംഖ്യയുള്ള ഗോത്ര സംഘങ്ങൾ. ഹിസ്റ്റോറിയന്മാർ പറയുന്നതനുസരിച്ച് സ്പെയിൻകാർ വരുമ്പോൾ അർജന്റീനയുടെ അതിർത്തിക്കുള്ളിലെ ആകെ നേറ്റീവ് പോപ്പുലേഷൻ 3 ലക്ഷത്തിൽ താഴെ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് യൂറോപ്യൻ കൊളോണിയലിസ്റ്റുകൾ അർജന്റീനയിലേക്ക് വന്നപ്പോൾ അവർക്ക് സങ്കര ഇനത്തിലുള്ള ഒരു പുതിയ ജനവിഭാഗത്തെ, അതായത് മെസ്റ്റിസോസിനെ സൃഷ്ടിക്കാൻ സാധിക്കാതിരുന്നത്. ഇണചേരാനുള്ള ആണും പെണ്ണും ആവശ്യത്തിനില്ല. ഒരു ചെറിയ സംഘത്തെ കണ്ടുപിടിച്ച് അടുത്ത സംഘത്തിൻ്റെ അടുത്തേക്കെത്താൻ ആഴ്ചകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയാണല്ലോ. എന്നാലും യൂറോപ്യന്മാർ സാധാരണ ചെയ്യാറുള്ള പ്രധാനപ്പെട്ട കാര്യം ചെയ്തു. അർജന്റൈൻ പാമ്പാസിലും പാറ്റഗോണിയയിലും നാടോടികളുടെ ചോര ഒഴുകി. കോൺക്വസ്റ്റ് ഓഫ് ദ ഡെസേർട്ട് പോലുള്ള യൂറോപ്യൻ മുന്നേറ്റങ്ങൾ അവശേഷിച്ചിരുന്ന നേറ്റീവ് ഗ്രൂപ്പുകളെ കൂട്ടക്കൊല ചെയ്യുകയോ ഉൾനാടുകളിലേക്ക് തുരത്തുകയോ ചെയ്തു. പിൽക്കാലത്ത് യൂറോപ്പിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയേറിയപ്പോൾ അവരുമായി കലരാൻ വലിയൊരു പ്രാദേശിക ജനവിഭാഗം അവിടെ അവശേഷിച്ചില്ല. അർജന്റീനയെ ശുദ്ധമായ യൂറോപ്യൻ കുടിയേറ്റ രാഷ്ട്രമായി മാറ്റുന്നതിൽ, വൈറ്റ് അർജന്റീനയാക്കുന്നതിൽ ഒന്നാമത്തെ കാരണം ഇതാണ്. സ്പാനിഷ് സാമ്രാജ്യം അർജന്റീനയിൽ എത്തിയത് സ്വർണവും വെള്ളിയും കുഴിച്ചെടുത്ത് കൊണ്ടുപോകാനാണ്. അതുതന്നെ അല്പം മാത്രമേ ഉള്ളൂ. മറ്റു താല്പര്യങ്ങളൊന്നും ആ വരണ്ട ഭൂമിയിൽ അവർക്കുണ്ടായിരുന്നില്ല. ഭരിക്കാൻ മനുഷ്യരില്ല, കപ്പൽ പണിയാൻ വെട്ടിക്കൊണ്ടുപോകാനുള്ള വലിയ മരങ്ങളില്ല, സ്പൈസസ് ഇല്ല. കിട്ടിയ സ്വർണവും വെള്ളിയും കൊണ്ടുപോകാൻ ചതുപ്പിലൂടെ ചെറിയ റോഡുകൾ വെട്ടിയത് മാത്രമായിരുന്നു സ്പെയിൻകാരുടെ സംഭാവന. സ്പാനിഷ് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും അവഗണിക്കപ്പെട്ട പെരിഫറി മാത്രമായി അർജന്റീന. സ്പെയിനിൻ്റെ ശ്രദ്ധ മുഴുവൻ മെക്സിക്കോയിലെ വൈസ്രോയാലിറ്റി ഓഫ് ന്യൂ സ്പെയിനിലും പെറുവിലെ വൈസ്രോയാലിറ്റി ഓഫ് പെറുവിലുമായിരുന്നു.
പെറുവിലെ പൊട്ടോസി പോലുള്ള ഖനികളിൽ നിന്ന് വൻതോതിൽ വെള്ളി ഖനനം ചെയ്തിരുന്നതിനാൽ സ്പാനിഷ് ഭരണകൂടം അവരുടെ സൈനിക ഭരണ സംവിധാനങ്ങളെല്ലാം ആ മേഖലകളിൽ കേന്ദ്രീകരിച്ചു. ബ്യൂണസ് അയേഴ്സ് ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്, ഒരു ഒന്നാംകിട തുറമുഖത്തിന് പറ്റിയ ഒന്ന്. എന്നാലും സ്പാനിഷ് മെർക്കന്റിലിസ്റ്റ് പോളിസികൾ കാരണം ബ്യൂണസ് അയേഴ്സിൽ നേരിട്ടുള്ള വ്യാപാരം നിരോധിച്ചിരുന്നു. പൊട്ടോസിയിൽ നിന്നുള്ള വെള്ളി പോലും ബ്യൂണസ് അയേഴ്സ് വഴി നേരിട്ട് സ്പെയിനിലേക്ക് അയക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. പകരം ലിമ വഴിയോ പനാമയിലൂടെയോ കരീബിയൻ കടലിലൂടെ മാത്രമേ സ്പെയിനിലെത്താൻ പാടുള്ളൂ എന്ന നിയമമുണ്ടായിരുന്നു. ഇത് ബ്യൂണസ് അയേഴ്സിനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തി. ലീഗൽ ട്രേഡിംഗ് നടന്നില്ലെങ്കിൽ പിന്നെ ഒരു തുറമുഖത്തിന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ: കള്ളക്കടത്ത് കേന്ദ്രമാവുക. ലോകത്തിൽ അക്കാലത്ത് ഏറ്റവും അധികം ക്രിമിനലുകളുള്ള പ്രദേശമായി ബ്യൂണസ് അയേഴ്സ് മാറി. അതും യൂറോപ്പിൽ നിന്നും ജയിൽ ചാടിയും വലിയ കുറ്റകൃത്യങ്ങൾ നടത്തിയും അർജന്റീനയിലേക്ക് കപ്പൽ കയറിയ വെള്ളക്കാരായ ക്രിമിനലുകൾ. ഓസ്ട്രേലിയ പോലെ അർജന്റീനയ്ക്കും ഒരു ക്രിമിനൽ കുടിയേറ്റത്തിൻ്റെ ചരിത്ര പശ്ചാത്തലമാണുള്ളതെന്ന് വിമർശകർ ചിലപ്പോഴെങ്കിലും വാദിക്കുന്നത് അതുകൊണ്ടാണ്. ഈ സമയത്ത് ആഫ്രിക്കൻ അടിമകളെ തെക്കേ അമേരിക്കൻ ദ്വീപുകളിലേക്കും ബ്രസീൽ അടക്കമുള്ള വലിയ രാജ്യങ്ങളിലേക്കും എത്തിക്കുന്ന കാലമാണ്. എന്നിട്ടും ഒരു കറുത്തവർഗക്കാരനായ അടിമ പോലും അർജന്റീനയിലേക്ക് എത്തിയില്ല. അങ്ങനെ പോകെ ബ്രിട്ടീഷുകാർക്കും പോർച്ചുഗലിനും അർജന്റീനയിൽ ചെറിയ താല്പര്യങ്ങൾ വന്നു. അവരെ തടഞ്ഞു നിർത്താൻ സ്പെയിൻ 1776 അതായത് സ്പാനിഷ് അധിനിവേശം ആരംഭിച്ച് ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം വൈസ്രോയാലിറ്റി ഓഫ് ദി റിയോ ഡി ലാ പ്ലാറ്റ സ്ഥാപിച്ചു. അപ്പോഴും സ്പെയിൻകാർ അർജന്റീനയിൽ കരിമ്പ് നട്ടില്ല, അടിമകളെ കൊണ്ടുവന്നില്ല. ഈ ഹിസ്റ്റോറിക്കൽ ലോൺലിനെസ് കാരണമാണ് 19ാം നൂറ്റാണ്ടിൻ്റെ നടുവിൽ വെച്ച് അർജന്റീന സ്വതന്ത്ര രാഷ്ട്രമായി മാറിയപ്പോൾ അത് പോപ്പുലേഷനോ വംശീയ ഘടനയോ ഇല്ലാത്ത ഒരു ശൂന്യമായ ക്യാൻവാസ് പോലെയായത്. ഉഴുതിട്ട ആ മണ്ണ് യൂറോപ്യൻ വെള്ളക്കാരെ കാത്തിരിക്കുന്ന കന്യകയായിരുന്നു. എന്നാൽ അർജന്റീനിയൻ ചരിത്രത്തെക്കുറിച്ച് ഏകദേശ ധാരണകൾ അവർക്കറിയാം. അവിടെ വലിയൊരു ആഫ്രിക്കൻ പോപ്പുലേഷൻ ഉണ്ടായിരുന്നുവെന്നത് ശരിയാണ്. അർജന്റീനയുടെ വിഖ്യാതമായ ടാങ്കോയുടെ വേരുകൾ പോലും ആഫ്രിക്കൻ സംഗീതത്തിലാണ്. കറുത്തവർ വന്നു, വളർന്നു, പിന്നീട് തുടച്ചു നീക്കപ്പെട്ടു. അർജന്റീനയെ വിളിപ്പിച്ചവർ നടത്തിയ അതിക്രൂരമായ ചതിയുടെ ചരിത്ര കഥയാണത്. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം സ്പാനിഷ് ഭരണകാലത്തിൻ്റെ അസ്തമയ കാലത്താണ് ആഫ്രിക്കൻ അടിമകളെ കുത്തിനിറച്ച കപ്പലുകൾ ബ്യൂണസ് അയേഴ്സിൽ നങ്കൂരമിട്ട് തുടങ്ങിയത്. അടിമകൾ പാമ്പാസിലേക്ക് ആട്ടിത്തെളിക്കപ്പെട്ടു. കന്നുകാലികളെ നോക്കാനും തോട്ടങ്ങളിൽ പണിയെടുക്കാനും കുതിരലായങ്ങളിൽ കിടന്ന് മലേറിയ ബാധിച്ച് മരിക്കാനും വിധിക്കപ്പെട്ടവർ. ബ്യൂണസ് അയേഴ്സിലെ ചേരികളിലും ലായങ്ങളിലും അവരിൽ ലക്ഷക്കണക്കിന് പേർ മൃഗങ്ങളെപ്പോലെയാണ് ജീവിച്ചത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അക്കാലത്തെ അർജന്റീനിയൻ ജനസംഖ്യയിൽ 14 മുതൽ 18% വരെ ആഫ്രിക്കൻ കറുത്തവർഗക്കാരായിരുന്നു. ബ്യൂണസ് അയേഴ്സിലെ ആകെ ജനസംഖ്യയിൽ 35%-ലേറെ കറുത്തവർഗക്കാരുണ്ടായിരുന്നു എന്നത് ഇന്ന് നമുക്ക് ദഹിക്കാത്ത അറിവാണ്, എന്നാൽ സത്യമാണ്. പിന്നെ അവരൊക്കെ എങ്ങോട്ട് പോയി? അത് പറയാം. അർജന്റീനയുടെ ചരിത്രത്തിലെ രക്തം ചൊരിഞ്ഞ കാലമാണ് 19ാം നൂറ്റാണ്ട്. ആദ്യം സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ അർജന്റീൻ പ്രഭുക്കൾ യുദ്ധം നടത്തി. അതിനുശേഷം ദീർഘകാലത്തെ ആഭ്യന്തര യുദ്ധം, ഒടുവിൽ പരാഗ്വേക്കെതിരെ നടന്ന ട്രിപ്പിൾ അലയൻസ് യുദ്ധം. ഈ യുദ്ധങ്ങളിലെല്ലാം രക്തസാക്ഷികളായത് ആഫ്രോ അർജന്റീനിയൻ വംശജരായ പുരുഷന്മാരാണ്. 1810 ആരംഭിച്ച സ്വാതന്ത്ര്യ സമരകാലത്ത് സ്പെയിൻകാർക്കെതിരെ പോരാടുന്ന യുണൈറ്റഡ് പ്രൊവിഡൻസ് ഓഫ് ദി റിയോ ഡി ലാ പ്ലാറ്റ എന്ന ദേശീയ സൈന്യത്തിലെ വലിയൊരു വിഭാഗം കറുത്തവർഗക്കാരും അടിമകളുമായിരുന്നു. കറുത്തവർഗക്കാരായ പുരുഷന്മാരെ സൈന്യത്തിലേക്ക് ആകർഷിക്കാൻ യുദ്ധപ്രഭുക്കൾ ഒരു തന്ത്രം പ്രയോഗിച്ചു, ഒരു വാഗ്ദാനം. സൈന്യത്തിൽ ചേർന്ന് 5 വർഷം സേവനമനുഷ്ഠിച്ചാൽ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാം. അർജന്റീനയിലെ അടിമ എന്ന നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരക്കണക്കിന് കറുത്ത യുവാക്കൾ അർജന്റീനിയൻ ലിബറേഷൻ ആർമിയിൽ ചേർന്നു. ജനറൽ ഹോസെ ഡി സാൻ മാർട്ടിൻ നയിച്ച സൈന്യത്തിലെ ഏറ്റവും വലിയ ഇൻഫൻട്രി കറുത്തവർഗക്കാരായിരുന്നു. യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള മുൻനിരയിൽ ഇവരെയാണ് വിന്യസിച്ചിരുന്നത്. സ്പാനിഷ് സൈന്യത്തിൻ്റെ പീരങ്കിയുണ്ടകൾ മുഴുവൻ ഏറ്റുവാങ്ങിയത് ഈ പാവങ്ങളും. അവസാനം അർജന്റീനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആഫ്രോ അർജന്റീനിയൻ ബറ്റാലിയനുകളിലെ 70% പുരുഷന്മാരും കൊല്ലപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അർജന്റീനയിൽ സമാധാനം പുലർന്നോ? ഇല്ല. രാജ്യത്ത് കേന്ദ്രീകൃത ഭരണം വേണമെന്ന് വാദിച്ച യൂണിറ്റേറിയന്മാരും പ്രവിശ്യകൾക്ക് സ്വയം ഭരണാധികാരം വേണമെന്ന് വാദിച്ച ഫെഡറലിസ്റ്റുകളും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട ആഭ്യന്തര യുദ്ധങ്ങളുണ്ടായി. ഈ കാലത്ത് ഭരണം കൈയാളിയിരുന്ന ജുവാൻ മാനുവൽ ഡി റോസാസും കറുത്തവർഗക്കാരുടെ വലിയൊരു സൈന്യം രൂപീകരിച്ചു. ജീവനെടുക്കുന്ന സൈനിക സേവനമല്ലാതെ ആഫ്രോ അർജന്റീനക്കാർക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. യൂണിറ്റേറിയൻ ഫെഡറലിസ്റ്റ് യുദ്ധമുഖങ്ങളിലെ പ്രധാന ഇരകൾ വീണ്ടും ഈ കറുത്തവർഗക്കാരായി. ഓരോ ആഭ്യന്തര കലഹവും ബ്ലാക്ക് പോപ്പുലേഷനിലെ പുരുഷന്മാരുടെ എണ്ണം ഗണ്യമായി കുറച്ചുകൊണ്ടിരുന്നു. ആഫ്രോ അർജന്റീനിയൻ പുരുഷന്മാരുടെ വംശനാശത്തിന് ആക്കം കൂട്ടിയ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു പരാഗ്വേക്കെതിരെ അർജന്റീന, ബ്രസീൽ, ഉറുഗ്വേ എന്നിവർ ചേർന്ന് 1865 മെയ് 1 ആരംഭിച്ച ട്രിപ്പിൾ അലയൻസ് യുദ്ധം. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ ഈ യുദ്ധത്തിൽ അർജന്റീനിയൻ പ്രസിഡന്റ് ബർത്തലോമെ മിത്രെ
കറുത്തവർഗക്കാരെ കൂട്ടത്തോടെ നിർബന്ധിത സൈനിക സേവനത്തിന് ഇരയാക്കി. ട്രിപ്പിൾ അലയൻസ് വാറിൽ വെടിയുണ്ടകളേക്കാൾ കോളറയും മലേറിയയുമാണ് കറുത്തവർഗക്കാരെ കൊന്നത്. മൃഗങ്ങളെപ്പോലെ ബാരക്കുകളിൽ കഴിഞ്ഞ കറുത്തവർഗക്കാരായ സൈനികർക്ക് കൃത്യമായ ചികിത്സയോ ഭക്ഷണമോ ലഭിച്ചില്ല. യുദ്ധം അവസാനിച്ചപ്പോഴേക്കും അർജന്റീനയിലെ ആഫ്രോ വംശജരായ പുരുഷന്മാരുടെ ജനസംഖ്യ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരുന്നു. കുറച്ച് സ്ത്രീകൾ മാത്രം അവശേഷിച്ചു. യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ ദരിദ്ര സ്ത്രീകൾ തെക്കൻ പ്രദേശങ്ങളായ സാൻ ടെൽമോ, ലാബൊക്ക എന്നിവിടങ്ങളിലേക്ക് മാറി. ഇവിടെയുള്ള പഴയ വലിയ ലായങ്ങൾ ചെറിയ മുറികളായി തിരിച്ച് വാടകയ്ക്ക് നൽകപ്പെട്ടു. ഇവയാണ് കോൺവെൻറ്റിജോകൾ അല്ലെങ്കിൽ ടെനാമെൻ്റ് ഹൗസുകൾ എന്നറിയപ്പെട്ടിരുന്നത്. ഈ അടിമലായങ്ങളിൽ അതിവേഗം പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു. 1860കളിൽ ബ്യൂണസ് അയേഴ്സിലുണ്ടായ കോളറ ബാധയും 1871 മഞ്ഞപ്പനി ദുരന്തവും ആഫ്രോ അർജന്റീനിയൻ സമൂഹത്തെ തകർത്തെറിഞ്ഞു. ഏതാനും ആയിരങ്ങളിലേക്ക് അവർ ചുരുങ്ങി. വെളുത്ത യൂറോപ്യൻ അർജന്റീന എന്ന സ്വപ്നം കണ്ട ഫാസിസ്റ്റ് ഭരണകൂടം അവർക്ക് ചികിത്സ കൊടുത്തില്ല, പുനരധിവാസം കൊടുത്തില്ല. വെളുത്തവർ സ്വപ്നം കണ്ട അർജന്റീനയിൽ ആ പാവങ്ങളില്ലായിരുന്നു. അത് ജീവിച്ചവരിൽ സ്ത്രീകളായിരുന്നു 80%. കറുത്ത സ്ത്രീകൾ കുടിയേറിയ വെളുത്ത യൂറോപ്യന്മാരുടെ വെപ്പാട്ടിമാരായി. പല തലമുറകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ജനിച്ച കുട്ടികളിൽ ആഫ്രിക്കൻ ജനിതക അടയാളങ്ങൾ കുറഞ്ഞു വന്നു. കറുത്ത ആണിന് കറുത്ത പെണ്ണിനെ കല്യാണം കഴിക്കാൻ കിട്ടിയില്ല. സാമൂഹിക വിവേചനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വെളുപ്പിക്കൽ പ്രക്രിയയെ കറുത്തവർഗക്കാരായ സ്ത്രീകളും ഒരു പരിധിവരെ സ്വീകരിച്ചു. വെളുത്ത വംശജരുമായുള്ള ബന്ധം അവരുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട സാമൂഹിക പദവിയും സുരക്ഷിതത്വവും ഉറപ്പു നൽകിയിരുന്നു. വെളുത്തവൻ്റെ മിസ്ട്രസ് ആകാൻ ആ സ്ത്രീകൾ മത്സരിച്ചു. ഭരണകൂടം അവരുടെ ഔദ്യോഗിക സെൻസസുകളിൽ നിന്ന് കറുത്ത വർഗ്ഗക്കാരെന്ന കോളം തന്നെ ഒഴിവാക്കി. അവരെ ട്രിഗ്യൂണോ അഥവാ ഗോതമ്പ് നിറമുള്ളവർ അല്ലെങ്കിൽ മെറൈനോ അഥവാ തവിട്ട് നിറമുള്ളവർ എന്ന് രേഖപ്പെടുത്താൻ തുടങ്ങി. ഒടുവിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമായപ്പോഴേക്കും അർജന്റീനയിലെ ആഫ്രിക്കൻ വംശജർ ജനസംഖ്യാപരമായും സാംസ്കാരികപരമായും അദൃശ്യരാക്കപ്പെട്ടിരുന്നു. എന്ത് നടപ്പാക്കണമെങ്കിലും ഏത് സ്വേച്ഛാധിപതിക്കും ഒരു പ്രത്യയശാസ്ത്ര പിന്തുണ വേണം. ജർമ്മനിയിൽ ഹിറ്റ്ലറിനും, ഇറ്റലിയിൽ മുസോളിനിക്കും, കംബോഡിയയിൽ പോൾ പോട്ടിനും, ഉത്തര കൊറിയയിൽ കിം ജോങ് ഉന്നിനും എല്ലാം അതുണ്ടായിരുന്നു. അതുപോലെ അർജന്റീനയെ വെളുപ്പിക്കാനും ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടായി. പേര് ബ്ലാങ്കിയ മെമെൻറ്റോ. ഇംഗ്ലീഷിൽ വൈറ്റ്നിങ് എന്നറിയപ്പെടുന്ന ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിതാവായിരുന്നു ഹുവാൻ ബൗട്ടിസ്റ്റ ആൽബേഡി. കാര്യം കുറച്ചുകൂടി ആഴത്തിൽ അറിയാൻ നമുക്ക് ആ കുടിയേറ്റ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങി വരണം. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം യൂറോപ്പിലെ പ്രഭുക്കന്മാരുടെ പാർട്ടികളിൽ അർജന്റീന എന്ന പുതിയ ഭൂമിയെക്കുറിച്ച് ചർച്ചകൾ വന്നു. രാജ്യത്തിൻ്റെ മധ്യഭാഗത്ത് പരന്നുകിടക്കുന്ന പാമ്പാസ് പുൽമേടുകളിൽ യൂറോപ്പിന് സമാനമായ ആൽപൈൻ കാലാവസ്ഥയുണ്ട്. വലിയ ചൂടോ മലേറിയ, മഞ്ഞപ്പനി പോലുള്ള ഉഷ്ണമേഖലാ രോഗങ്ങളുടെ ഭീഷണിയോ ഇല്ലാത്ത കാലാവസ്ഥ. ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് പോലുള്ള തെക്ക് പടിഞ്ഞാറൻ യൂറോപ്യന്മാരെ ഈ ഭൂമി പതിയെ ആകർഷിക്കാൻ തുടങ്ങി. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചവരോട് അവർ പറഞ്ഞത് തങ്ങൾ ആ പുൽമേടുകളിൽ കാലുകളെ വളർത്തുമെന്നായിരുന്നു. പാമ്പാസ് വെറും ഒരു പുൽമേടല്ല, ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ചെർണോസം അല്ലെങ്കിൽ മോളിസോസിന് സമാനമായ മണ്ണ്. കൃഷിക്കും കന്നുകാലി വളർത്തലിനും ഏറ്റവും അനുയോജ്യം. 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ വ്യാവസായിക വിപ്ലവം വന്ന് യൂറോപ്പിൽ ഇറച്ചിക്കും ഗോതമ്പിനും വലിയ ആവശ്യമുണ്ടായപ്പോൾ അർജന്റീന വിളക്കുമരമായി. ഈ കാർഷിക മുന്നേറ്റത്തിൽ ഭാഗ്യം പരീക്ഷിക്കാൻ വെളുത്ത യൂറോപ്യന്മാരുടെ കുത്തൊഴുക്കായിരുന്നു. അർജന്റീനയുടെ DNA മാറി. 1857 മുതൽ 1950 വരെ 66 ലക്ഷം വെളുത്ത യൂറോപ്യൻ കുടിയേറ്റക്കാരാണ് അർജന്റീനയിലെത്തിയത്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ ചരിത്രത്തിൽ USA കഴിഞ്ഞാൽ ഏറ്റവും വലിയ 2ാമത്തെ കുടിയേറ്റ തരംഗം. ആധുനിക ഫെഡറൽ റിപ്പബ്ലിക്കായി മാറിയ അർജന്റീന 1853 അംഗീകരിച്ച ഭരണഘടനയിൽ ഈ കുടിയേറ്റത്തിന് എല്ലാവിധ സാധ്യതകളും നൽകി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 പ്രകാരം വെളുത്ത യൂറോപ്യന്മാർക്ക് അർജന്റീനയിൽ കൃഷി ചെയ്യാനും വ്യവസായങ്ങൾ സ്ഥാപിക്കാനും യാതൊരുവിധ നികുതികളോ നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്താൻ പാടില്ലെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഇന്ത്യയായി വരയ്ക്കാൻ പറ്റുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് നമ്മൾ പറയാറില്ലേ? അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന് വിളിച്ചത്. അതുപോലെ അർജന്റീന വെളുത്തതിൻ്റെ പ്രധാന കാരണക്കാരൻ അവിടുത്തെ ചിന്തകനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായിരുന്ന ഹുവാൻ ബൗട്ടിസ്റ്റ ആൽബേഡിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദർശനം എന്ന് പറയുന്നത് ഭരിക്കുക എന്നാൽ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്ന മുദ്രാവാക്യമാണ്. ആൽബേഡിയുടെ ഫിലോസഫിയുടെ കാതൽ 3 കാര്യങ്ങളിലാണ്. 1, വിശാലമായ അർജന്റീൻ പാമ്പാസിൽ വെളുത്ത യൂറോപ്യന്മാരെ നിറയ്ക്കുക. 2, യൂറോപ്യന്മാരുടെ കഠിനാധ്വാനവും ടെക്നോളജിയും കൊണ്ട് സാമ്പത്തിക ആധുനികവൽക്കരണം നടത്തുക. 3, സ്പെയിനിൻ്റെ ശൈലിയിൽ അതിർത്തി സംരക്ഷിച്ച് ദേശീയ സുരക്ഷ ഉറപ്പാക്കുക. അതിന് വെളുത്തവർ വേണം. സിവിലൈസേഷൻ എന്നാൽ വെളുപ്പും, ബാർബേറിയനിസം എന്നാൽ കറുപ്പുമാണെന്ന് അയാൾ അർജന്റീനക്കാരോട് പ്രഭാഷണം ചെയ്തു. ആൽബേഡിയുടെ അഭിപ്രായത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് മാത്രമല്ല ഭരണം. രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ക്വാളിറ്റിയുള്ള പോപ്പുലേഷനെ വളർത്തിയെടുക്കലാണ്. അതിന് വെള്ളക്കാരൻ തന്നെ വേണം, അടിമകളല്ല വേണ്ടത്.
ഈ ഐഡിയോളജിയാണ് ആ രാജ്യത്തിൻ്റെ അടിസ്ഥാനശില. 1868 മുതൽ 1874 വരെ അർജന്റീനയുടെ പ്രസിഡന്റായിരുന്ന ഡൊമിംഗോ ഫൗസ്റ്റീനോ സാർമിയന്റോ ബുദ്ധിജീവിയായ ആൽബെഡിയുടെ വൈറ്റ് മൈഗ്രേഷൻ ഐഡിയോളജിക്ക് ഭരണഘടനാ സാക്ഷരത നൽകി. അദ്ദേഹത്തിൻ്റെ ഫെക്കുണ്ടോ സിവിലൈസേഷൻ ആൻഡ് ബർബേറിയനിസം എന്ന കുപ്രസിദ്ധമായ പുസ്തകത്തിലൂടെ ഈ പ്രത്യയശാസ്ത്രം യൂറോപ്പിലും വെളിച്ചം കണ്ടു. വെളുത്ത യൂറോപ്യന്മാർക്ക് ആവേശം കൂടി. ആദ്യത്തെ ഊഴം തെക്കൻ യൂറോപ്യന്മാരുടേതായിരുന്നു. അർജന്റീനയിൽ ഇക്കാലം കൊണ്ട് ആകെ കുടിയേറിയവരിൽ 45% ഇറ്റലിയിൽ നിന്നാണ്. ഇറ്റലിയിലെ പീഡ്മണ്ട്, ലിഗൂറിയ തുടങ്ങിയ വടക്കൻ മേഖലകളിൽ നിന്നും കലാബ്രിയ, സിസിലി പോലുള്ള തെക്കൻ ദരിദ്ര പ്രദേശങ്ങളിൽ നിന്നും കുടിയേറ്റക്കാർ കൂട്ടമായി ബ്യൂണസ് അയേഴ്സിൽ കപ്പലിറങ്ങി. അതിലൊരു കലർപ്പ് ഉണ്ടായിരുന്നില്ല. തവിട്ട് നിറക്കാരില്ല, കറുപ്പില്ല, വെളുത്ത യൂറോപ്യന്മാർ മാത്രം. നിങ്ങൾ നോക്കൂ, അർജന്റീനയുടെ സ്പാനിഷ് ഭാഷയ്ക്ക് സ്പാനിഷിനേക്കാൾ സാമ്യം ഇറ്റാലിയനുമായിട്ടാണ്. ഒരു പ്രത്യേകതരം സ്പാനിഷ്. ബ്യൂണസ് അയേഴ്സിലെ ചേരികളിൽ രൂപം കൊണ്ട ലുൺഫാഡോ എന്ന പ്രാദേശിക ഭാഷ തന്നെ ഇറ്റാലിയൻ വാക്കുകൾ മാത്രമുള്ളതാണ്. അർജന്റീനയുടെ ദേശീയ ഭക്ഷണങ്ങളായ മിലാനെസ, പാസ്ത, പിസ ഇതെല്ലാം ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ സംഭാവനയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലയണൽ മെസ്സിയുടെയും മറഡോണയുടെ എല്ലാം കുടുംബ പേരുകളും ഇറ്റലിയിലാണ്. അർജന്റീനയിലെ രണ്ടാമത്തെ വലിയ ഗ്രൂപ്പാണ് സ്പെയിൻകാർ. അവർ 30% വരും. ഗലീഷ്യ, ആൻഡലൂഷ്യ പ്രൊവിൻസുകാരാണ് കൂടുതൽ. പുറകെ ജർമ്മൻ കർഷകരും ഫ്രഞ്ച് വ്യാപാരികളും പ്രൊഫഷണലുകളും ഐറിഷ് ആട്ടിടയന്മാരും എത്തി. ഇതല്ലാതെ പറയണമെങ്കിൽ പറയാം, സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നും ഏതാനും അറബ് വംശജരായ ക്രിസ്ത്യാനികളും ഓട്ടോമനുകളെ ഭയന്ന് ഈ കാലത്ത് അർജന്റീനയിലെത്തി. ഒരു യൂറോസെൻട്രിക് സൊസൈറ്റിയിൽ സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ മുസ്ലിം അല്ലെങ്കിൽ കറുത്ത വംശീയ പശ്ചാത്തലമുള്ള വ്യക്തികൾക്ക് മുന്നിലുണ്ടായിരുന്ന ഒരേയൊരു വഴി തങ്ങളുടെ വംശീയ വ്യക്തിത്വം ഒളിപ്പിക്കുകയോ മാറ്റുകയോ ചെയ്യുക എന്നത് മാത്രമാണ്. ഇതിനെയാണ് ചരിത്രത്തിലും സോഷ്യോളജിയിലും പാസിംഗ് എന്ന് വിളിക്കുന്നത്. മിശ്ര വിവാഹങ്ങൾ വഴി അത് സാധിക്കാമെന്ന് ബ്രസീലും ഉറുഗ്വേയും കൊളംബിയയിലെല്ലാം തെളിയിച്ചതുമാണ്. പക്ഷേ അർജന്റീനയിൽ കുടിയേറിയ വെള്ളക്കാർ വംശീയമായി കറുത്തവരെ നിയമപരമായി വിവാഹം നടത്തുന്നതിന് അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു. ഇരുണ്ട കേരളത്തിൽ ചെറുമ സ്ത്രീയെ വിവാഹം കഴിക്കാത്ത നായർ യുവാവിനെ പോലെ ഒന്ന്. അതിനു പകരം ആ കറുത്ത സ്ത്രീകളെ തങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങളാക്കി വെള്ളക്കാർ മാറ്റി. ചിന്ന വീടുകൾ അർജന്റീനയിൽ എമ്പാട് ഉയർന്നു. വരും തലമുറകളെ കൂടുതൽ വെളുപ്പിക്കുക. മെജോറാർ ലാ റാസ എന്ന വാക്ക് അർജന്റീനയിലെ സോഷ്യൽ സ്ട്രാറ്റജിയായി. കാലക്രമേണ നിരാശ ബാധിച്ച ഈ ജനങ്ങൾ കറുപ്പ് അല്ലെങ്കിൽ മിക്സഡ് എന്ന ലേബലിൽ നിന്ന് രക്ഷപ്പെടാൻ അർജന്റീനയിലെ വികസിച്ചുകൊണ്ടിരുന്ന വലിയ വർക്കിംഗ് ക്ലാസിൻ്റെ ഭാഗമായി സ്വയം പ്രഖ്യാപിച്ചു. കറുത്തവൻ എന്ന വംശീയ ലേബലിനേക്കാൾ അർജന്റീനക്കാരനായ തൊഴിലാളി എന്ന ദേശീയ ലേബൽ ഇവർക്ക് കൂടുതൽ സുരക്ഷിതത്വവും സാമൂഹിക അംഗീകാരവും നൽകി. ഭരണകൂട രേഖകളിൽ നിന്ന് വംശീയ പദങ്ങൾ ആസൂത്രിതമായി നീക്കം ചെയ്തു. കോളനി ഭരണകാലത്ത് സ്പാനിഷ് ഭരണാധികാരികൾ മനുഷ്യരെ അവരുടെ രക്തത്തിൻ്റെ അളവ് നോക്കി കൃത്യമായി തരംതിരിച്ചിരുന്നു. കാസ്റ്റ സിസ്റ്റം എന്നാണ് അതിന് പേര്. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം, പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ അർജന്റീനയിൽ ഈ രീതിക്ക് മാറ്റം വന്നു. അർജന്റീനയുടെ സെൻസസ് രേഖകൾ പരിശോധിച്ചാൽ പാരഡോ അല്ലെങ്കിൽ മിശ്ര വംശജരായ കറുത്തവർഗ്ഗക്കാർ, മൊറീനോ എന്ന കറുത്ത തൊലിയുള്ളവർ എന്നീ പദങ്ങൾ ഔദ്യോഗിക രേഖകളിൽ നിന്ന് പടിപടിയായി ഇല്ലാതാകുന്നതായി കാണാം. നിഗ്രോ, മെസ്റ്റിസോ, സാംബോ എല്ലാം പോയി. വെളുപ്പ് മാത്രം അവശേഷിച്ചു. ഒറ്റനോട്ടത്തിൽ ഭരണകൂടം ഔദ്യോഗിക രേഖകളെ നോൺ റാഷ്യൽ അല്ലെങ്കിൽ വർണ്ണരഹിതമാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് തോന്നും. സമത്വത്തിന് വേണ്ടിയാണെന്ന് തോന്നിപ്പിച്ച് വലിയൊരു ജനവിഭാഗത്തെ നിയമപരമായി അദൃശ്യരാക്കാനാണ് ഇത് ഉപയോഗിക്കപ്പെട്ടത്. ഒരു ജനതയെ ഇല്ലാതാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അവരെ എണ്ണത്തിൽ കൂട്ടാതിരിക്കുക എന്നതാണ്. നമ്മുടെ രാജ്യത്തെ ജാതി സെൻസസ് പതിയെ ഇല്ലാതാകും പോലെ അർജന്റീന ഭരണകൂടം ഒരു നൂറ്റാണ്ടിലധികം കാലം വിജയകരമായി നടപ്പാക്കിയ തന്ത്രമാണിത്. അർജന്റീന ഒരു ഗ്രിസോൾഡി റാസാസ് അല്ലെങ്കിൽ വംശങ്ങളുടെ കൂടിച്ചേരലാണെന്ന ദേശീയ ആഖ്യാനം ഭരണകൂടം കെട്ടിപ്പടുത്തു. എന്നാൽ ഈ കൂടിച്ചേരലിൽ യൂറോപ്യൻ ഇതര വംശങ്ങളെല്ലാം വെളുപ്പായി മാറണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. 1895 ദേശീയ സെൻസസിന് ശേഷം അർജന്റീനിയൻ സർക്കാർ ഔദ്യോഗിക ജനസംഖ്യാ കണക്കെടുപ്പുകളിൽ വംശത്തെക്കുറിച്ചോ വംശീയ പശ്ചാത്തലത്തെക്കുറിച്ചോ ഉള്ള ചോദ്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. കറുത്തവർക്ക് ഭൂമി കിട്ടിയില്ല. നിർബന്ധിത സൈനിക സേവനത്തിന് ആട്ടിത്തെളിക്കപ്പെട്ടു. ഒരു പരിധിയിൽ കൂടുതൽ ശമ്പളമുള്ള ജോലികൾ കിട്ടിയില്ല. നിർണായക വ്യാപാരങ്ങളിൽ നിന്ന് അറബികളെ മാറ്റി നിർത്തി. ആയിരക്കണക്കിന് എത്നിക് വിഭാഗങ്ങൾ നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. പാമ്പാസിലെയും തെക്കൻ അതിർത്തിയിലെയും ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭൂമി സാധാരണ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് പകരം സ്വേച്ഛാധിപതിയായ ജനറൽ റോക്കയുടെ സൈനിക ക്യാമ്പയിന് പണം മുടക്കിയ ധനികരായ പൊളിറ്റിക്കൽ എലൈറ്റുകൾക്കും ഒലിഗാർക്കികൾക്കും സർക്കാർ തുച്ഛമായ വിലയ്ക്ക് വിറ്റഴിച്ചു. അവയെ എസ്റ്റാൻസിയോസ് എന്ന് വിളിച്ചു. ദരിദ്രരായ കറുത്ത കുടിയേറ്റക്കാർക്ക് സ്വന്തമായി ഭൂമി വാങ്ങാൻ സാധിക്കാതെ വന്നു. അവർ വെറും പാട്ടക്കാരോ കർഷക തൊഴിലാളികളോ മാത്രമായി. 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ രൂപീകരിക്കപ്പെട്ട അർജന്റീനിയൻ നാഷണൽ മിത്ത് അനുസരിച്ച് അർജന്റീന ഒരു പൂർണ്ണ യൂറോപ്യൻ രാജ്യമാണ്. ബ്രസീലോ പെറുവോ പോലെ ആഫ്രിക്കൻ തദ്ദേശീയ പാരമ്പര്യം തങ്ങൾക്കില്ലെന്നും തങ്ങൾ കപ്പലുകളിൽ വന്നവരാണെന്നുമുള്ള ഒരു പൊതുബോധം
അവർ വളർത്തിയെടുത്തു. 2025 ഏറ്റവും പുതിയ സെൻസസിൽ അർജന്റീനിയൻ ജനസംഖ്യയിലെ 0.7%, അതായത് ഏകദേശം 3,02,936 പേർ തങ്ങൾക്ക് ആഫ്രിക്കൻ പാരമ്പര്യമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പൂർണ്ണമായും കറുത്തവർഗക്കാരായുള്ള ഭൂരിഭാഗവും അടുത്ത കാലത്ത് സെനഗൽ, നൈജീരിയ, ഹെയ്ത്തി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ ബ്രസീൽ, ക്യൂബ എന്നിവിടങ്ങളിൽ നിന്നും കുടിയേറിയവരാണ്. റേഷ്യൽ മിക്സിംഗ് കാരണം ഇന്ന് അർജന്റീനയിലുള്ള ഏകദേശം 5% മുതൽ 9% വരെ ആളുകളുടെ DNA-യിൽ ആഫ്രിക്കൻ വംശപാരമ്പര്യത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ പുറമേക്ക് ഇവർ വെളുത്തവരാണ്. അർജന്റീനയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളിൽ ഒന്നാണ് അറേബ്യൻ വംശജർ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ സിറിയ, ലെബനൻ, പാലസ്തീൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ആളുകൾ അർജന്റീനയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ഇന്ന് അർജന്റീനയിൽ 35 ലക്ഷം മുതൽ 50 ലക്ഷം വരെ അറേബ്യൻ വംശജരുണ്ട്. ആകെ ജനസംഖ്യയുടെ ഏകദേശം 7% മുതൽ 10% വരെ. അർജന്റീനയിലേക്ക് കുടിയേറിയ അറബികളിൽ ഭൂരിഭാഗവും, അതായത് 80%-ലധികം അറബ് ക്രിസ്ത്യാനികളാണ്. ഓട്ടോമൻ ഭരണകാലത്തെ പീഡനങ്ങളിൽ നിന്നും ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇവർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് എത്തിയത്. അക്കാലത്ത് ഈ അറബികൾ ഒട്ടോമൻ പാസ്പോർട്ടുമായാണ് വന്നിരുന്നത് എന്നതിനാൽ അർജന്റീനക്കാർ ഇവരെ പൊതുവായി ടൂക്കോസ് അഥവാ തുർക്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. അർജന്റീനയുടെ മുൻ പ്രസിഡന്റായിരുന്ന കാർലോസ് മെനം സിറിയൻ വംശജനായ ഒരു അറേബ്യൻ അർജന്റീനിയനായിരുന്നു. ആ രാജ്യം പുറമേക്ക് വംശങ്ങളില്ലാത്ത സോഷ്യലിസ്റ്റാണ്. അകത്ത് അവരുടെ DNA-യിൽ വലിയ നീറ്റലുണ്ട്. ആധുനിക അർജന്റീൻ സമൂഹത്തിൽ ഈ വിഭാഗീയത കുറഞ്ഞു വരുന്നത് മാത്രമാണ് ആശ്വാസം. അവിടെ അന്തസ്സോടെ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ലോകത്തോടൊപ്പം അർജന്റീനയ്ക്കും മാറാതെ നിവൃത്തിയില്ലായിരുന്നു.